പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ധാരാളമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയ വചനം ഇന്ന് പഠിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വചനമാണ് ഇന്നലെ നാം പഠിച്ചത്. ഇന്ന് ജൂൺ മാസം 6-ാം തീയതിയാണ് കേട്ടോ. ഇന്നലെ നാം പഠിച്ചത് 12-ാമത്തെ വചനമാണ്. 6-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. എല്ലാം നിയമാനുസൃതമാണെന്നല്ല, എല്ലാം പ്രയോജനകരമല്ല. ആ വചനമായിരുന്നു നാം ഇന്നലെ പഠിച്ചത്. ഇന്ന് പഠിക്കുന്നത് 13-ാമത്തെ വചനമാണ്. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. നമുക്കറിയാം, ആഹാരം നമുക്ക് വയറ് വിശക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. സോ ഇങ്ങനെയാണ് പറയുന്നത്, ആഹാരം ഉദരത്തിനും ഉദരം, ഇതൊക്കെ വചനം പറയുന്നത് കേട്ടോ. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. എന്നിട്ട് പറയുകയാണ്, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ടെന്നേ, ആ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം തന്ന ആത്മാവാണ് സന്തോഷിക്കുന്നത്. ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് ഈ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, നമ്മൾ കണ്ടില്ലേ. അപ്പം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ എങ്ങനെയൊക്കെ മഹത്വപ്പെടുത്താം, അങ്ങനെ മഹത്വപ്പെടുത്തി ചെയ്യും. അല്ലാതെ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാനല്ല ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കേണ്ട പോലെ ജീവിക്കും. കർത്താവ് നമ്മെ നയിച്ചോളും. കർത്താവിലൊന്നും നമ്മെ തന്നെ സമർപ്പിച്ചാൽ മാത്രം മതി. അപ്പം the first letter of Saint Paul to the Corinthians, chapter 6 verse 13, അതിങ്ങനെയാണ് പറയുന്നത്, food is meant for the body, food is meant for stomach, and the stomach is for the body, and God will destroy both one and the other. എന്നിട്ട് പറയുകയാണ്, and God will destroy both one and the other. The body is meant not for the fornication, not for fornication. The body is meant not for fornication, but for the Lord, and the Lord for the body. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഒരു വിളി എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഏതൊക്കെ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? നമ്മുടെ ഈ ശരീരം കൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് നമ്മുടെ ഈ ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു അല്ലേ, മരിച്ചുപോയി നമ്മുടെ ശരീരം പെരിഷാണ്, നശിച്ചു. അപ്പം നമ്മുടെ ശരീരം കൊണ്ട് കർത്താവ് പറയാറില്ലേ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാനല്ല ദൈവം വിളിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ. എങ്ങനെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താമോ അങ്ങനെയൊക്കെ. ഈ ലോകം തരുന്ന സന്തോഷമല്ല, മറിച്ച് ദൈവം ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നൽകും. അതുകൊണ്ട് നമ്മുടെ ഈ ആഹാരം, നമ്മുടെ ഈ ലോകം, നമ്മുടെ ഈ ലോകത്തിലെ കെട്ടുപാടുകളൊക്കെ അതല്ല ജീവിതം. കുറേ കഴിയുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത എത്രയോ ജനങ്ങളുണ്ട്. കുറേ കാലം ജീവിച്ചു, പക്ഷേ ഇന്ന് ഈ അവസാന നാളുകളിലൊക്കെ ചിലർക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ചോറുണ്ണാൻ പറ്റുന്നില്ല, കപ്പ തിന്നാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിൽ നമ്മളായിരിക്കുമ്പോൾ പാപത്തിൽ വീഴാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ സമയവും കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ ആ സന്തോഷം ഒന്ന് വേറെയാണ്. സ്വർഗം കൈയടിക്കണ്ടേ നമ്മുടെ ജീവിതം കൊണ്ട്? നമുക്ക് ആഗ്രഹിക്കാം അല്ലേ? ആമേൻ.